ഇപ്പോഴേ നമുക്കിന്ന് മഴയത്തൊരു മാങ്ങ ചമ്മന്തി ആയാലോ. ഇപ്പോഴേ മാങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, പിന്നെ ജീരകം, പിന്നെ കാന്താരി മുളക്. അപ്പം ഇന്ന് ഇതെല്ലാം കൂടെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ഹലോ ഗെയ്സ്, അങ്ങനെ ഞങ്ങളെ മാങ്ങ ചമ്മന്തിയും കഞ്ഞിയും ആയിട്ടുണ്ട്. അപ്പം കഴിക്കാൻ പോവേണേ. നല്ല മഴയാണ്, കുറേ ദിവസം കൊണ്ടേ നല്ല മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഞായറാഴ്ച ഒരു മാങ്ങ ചമ്മന്തിയും കഞ്ഞിയും വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അത് നാളെ ദീപാവലിയല്ലേ. ഹലോ ഗെയ്സ്, അപ്പം ഞാൻ കഞ്ഞിയും മാങ്ങ ചമ്മന്തിയും പപ്പടവും ഉണ്ട്. മാങ്ങ ചമ്മന്തിക്ക് കൂട്ടായിട്ട് ഞാൻ പപ്പടം വെച്ചിരിക്കുകയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ചമ്മന്തി അരച്ച് ഞാൻ കുളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കൂടിയിട്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജാറിൽ നല്ലവണ്ണം അരങ്ങിയിട്ടുകൊണ്ട് എന്തോ ഒരു പരുവക്കേടുണ്ട്. പിന്നെ നമ്മൾ അമ്മിയിൽ വെച്ചിങ്ങനെ തല്ലി ചതച്ചരച്ചെടുക്കണം. അതിൻ്റെ അത് ഒന്ന് വേറെ തന്നെ രുചി. പിന്നെ ഇത് നല്ല മണമൊക്കെ വരണുണ്ട്. അപ്പോൾ ഇന്ന് മാങ്ങ ചമ്മന്തിയും പപ്പടവും കഞ്ഞിയാണ്. ഒരാഴ്ച കൊണ്ട് നല്ല മഴ. ഇന്നിത്തിരി രാവിലെ തോന്നുന്നു നിൽക്കണു. ഇനി ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ മഴയാണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി കുറേ ദിവസം കൊണ്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സബ്സ്ക്രൈബ് തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം പിള്ളേരൊക്കെ തന്നിട്ടുണ്ട്. അപ്പം വലിയവരൊക്കെ കുറേ പേരൊക്കെ എന്തോന്ന് ചാനൽ, എന്തോന്ന് പേര് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തരാം എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂല. അപ്പം ചിലവരുണ്ടല്ലോ, നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കും. എന്നിട്ട് നമ്മളെ ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ അവർ ആ സബ്സ്ക്രൈബ് തിരിച്ചെടുക്കും. അപ്പോൾ എനിക്കെന്തോ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് പോയി അവരെ ബുദ്ധിമുട്ടിക്കണോ എന്നുള്ള ഒരു മനസ്സിലെ ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അതെൻ്റെ ദൈവത്തിനറിയാം എന്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വേറെ ഒന്നുമില്ല, ഇങ്ങനെ നേരം പോക്കിനോ തമാശയ്ക്കോ വേണ്ടിയിട്ടല്ല. നമുക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് എൻ്റേതായ ഓരോട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതെങ്കിൽ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അല്ലാതെ തമാശയ്ക്ക് നേരം പോക്കിനും വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണോ എന്നുള്ള ഒരു ഇതെനിക്ക് തോന്നണേ ഗെയ്സ്. അപ്പം അവർക്ക് തരാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ പോയി ചോദിച്ച് എന്തിനു വേണ്ടി നമ്മൾ എന്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു സങ്കടവും പരാതിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാനുണ്ടല്ലോ എല്ലാവർക്കും, അതായത് യൂട്യൂബ് ചാനലിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ 200 പേജ് ബുക്കിൽ നമ്മൾ നോട്ട് എഴുതൂലേ, അതേപോലെ ഞാൻ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരു സബ്സ്ക്രൈബോ ലൈക്കോ ആരെങ്കിലും ചെയ്യണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇല്ല. അപ്പം എനിക്ക് ആരെടുത്ത് ഒരു സങ്കടവും പരാതിയും ഒന്നുമില്ല. കാരണം ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് അതെൻ്റെ ദൈവത്തിനറിയാം എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അത് എൻ്റെ ഈശ്വരൻ എനിക്ക്